ഈ പട്ടിയുടെ പാല് 12 കാലം കുഴലിലിട്ടാലും നിവരില്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നേ? ഇപ്പൊ പോകുമ്പോ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. മാലയമേലിക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. ഇപ്പൊ ആരും മാലയിലല്ല നോക്കുന്നത്, അത് വാച്ചൻ അറിയാം. പിന്നെ എവിടാ വാച്ചൻ മുതലാളി നോക്കുന്നത്? ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ തൃപ്തിയായില്ലടാ. ജയിലിലെ ആഹാരം വല്ലാതെ അങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നല്ലോ. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ സാറും അനുയായികളും പോക്സോ കേസിൽ എങ്ങനെയാ പെട്ടതെന്ന് വാച്ചനണ്ണൻ അറിയാവോ? ഞാൻ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഒരു ടോപ്പിക് ആവാറുണ്ടല്ലോ. അപ്പൊ പത്രം വല്ലതും വായിച്ചായിരുന്നോ? വാർത്ത വല്ലതും കേട്ടായിരുന്നോ? കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ചിരി വരുന്നില്ലേ? എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും. താല്പര്യമില്ലല്ലേ? വേണ്ട. അവനെ കണ്ടാൽ ആർക്കാണോ പ്രേമിക്കാൻ തോന്നുന്നത്? 16 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് അടുത്തിരിക്കുന്നത്. ആ ബോധം വല്ലതും ഉണ്ടോ? കേരളത്തിൽ നിന്ന് കാമുകന്മാരെ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നെ ഉദ്ദേശിച്ചല്ലെന്ന്. നിങ്ങളുടെ പേരക്കുട്ടി ആകാനുള്ള പ്രായം പോലും ആ കൊച്ചിനില്ല. മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? നിങ്ങൾ ആരാ, എന്താണെന്ന് നിങ്ങളുടെ വിചാരം? ഇത് കുറെ പ്രാവശ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും മാറി മാറി പറയുന്നത്. സംസ്കാരമില്ലാതെ പെരുമാറാൻ കൂട്ടുകാരെ പഠിപ്പിച്ചത്. കുറച്ച് പൈസ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഇത്രേ അധപ്പതിക്കരുത് മനുഷ്യൻ. അവൻ പൊട്ടന് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. പോക്സോ കേസ് ചുമത്താനുള്ള എല്ലാ വകുപ്പും നിങ്ങളുടെ മേലായിട്ടുണ്ട്. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? മനുഷ്യനാണ് കുറച്ചൊക്കെ വിവരം വേണം. നിഷ്കളങ്കമായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ നിങ്ങളുടെ ഈ ഒരു ഷോ ഓഫ് കാണിക്കാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എത്ര കൊല്ലം കുഴലിലിട്ടാലും അത് അങ്ങനെ ഇരിക്കുള്ളൂ, മാറില്ല. രണ്ടറ്റവും കൂടെ ഒത്തുവരാൻ തുടങ്ങിയ നേരത്താണല്ലോ എന്റെ ഭഗവാനെ ആ കഴുതക്ക് എന്റെ കൂടെ ഇങ്ങനെ ഒരു ബുദ്ധിമോശക്കേട് കാണിക്കാൻ തോന്നിയത്. അപ്പൊ ജയിലിലെ ആഹാരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും അവിടെ ചെന്ന് ആഹരിക്കാനുള്ള ഒരു സൗഭാഗ്യം വോച്ച മുതലാളിക്ക് കൈവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സാർ, ഇവനെ സ്ഥിരമായിട്ട് ഇവിടെ എന്തെങ്കിലും വകുപ്പുണ്ടോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.